ഞാൻ മാന്യമായി ഒരു വിവാഹാലോചനയുമായി വന്നാൽ താനൊരു രസ പറയണം. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, ഞാൻ കമ്മിറ്റഡ് ആണ് എന്നൊന്നും താൻ പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. കുടുംബത്തിന്റെ കെട്ടുപാടുകളല്ലാതെ മറ്റൊന്നും തനിക്ക് തടസ്സമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എടോ, എന്നെക്കുറിച്ചും എന്റെ പ്രൊഫഷനെ കുറിച്ചും എന്തെങ്കിലും സംശയം തനിക്കുണ്ടെങ്കിൽ അത് താൻ അന്വേഷിച്ചോ. എന്നിട്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് തനിക്ക് തോന്നിയാൽ മാത്രം യെസ് പറഞ്ഞാൽ മതി. എന്റെ തലയിലും മനസ്സിലുള്ള ഭാരം എത്രയാന്ന് നിങ്ങൾക്ക് അറിയില്ല. എത്ര തന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. ഒരു മനുഷ്യ ജീവിയോടുള്ള പരിഗണന നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്ന നല്ലത്. ഞാൻ ഇനിയും വരും. തന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇങ്ങോട്ട് മോടി, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മോടി മുത്തശ്ശി, മുത്തശ്ശി. യശോദേ, ഈ വീട്ടിൽ നമ്മൾ അറിയാതെ പാതിരാത്രിയിൽ ആരൊക്കെയാ വന്നു പോകുന്നതെന്ന് ഇവളോടൊന്ന് ചോദിച്ചു നോക്ക്. ആരാടി അവൻ? എത്ര കാലമായി അവനിവിടെ വരാൻ തുടങ്ങിയിട്ട്? നീ എന്താടി കരുതിയിരിക്കുന്നേ? നീ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്നോ? രാധിക മോള് നല്ലത് മാത്രമേ ചെയ്യുള്ളെന്ന് ദേവനെ കൊണ്ടും യശോദയെ കൊണ്ടും പറയിപ്പിച്ചിട്ട് നിനക്ക് വേണ്ടതൊക്കെ നീ ചെയ്യുന്നുണ്ട്. എന്നടി ഒന്നും മിണ്ടാത്തെ? നിനക്കൊക്കെ തിരിച്ചറിവ് വരണമെങ്കിൽ ഇവളെയും വേറെ ഏതെങ്കിലും ആണുങ്ങളെയും കൂടി നാട്ടുകാരി പിടിച്ച് മുമ്പിൽ നിർത്തി തരണം. അമ്മേ, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ എന്റെ ഭാഗത്താണോടി തെറ്റ്? പറയടി. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടി. നിന്നെ പെറ്റിട്ടവളില്ലേ, അവളെ പറയണം. ഇതുപോലെ ഏതെങ്കിലും ഒരുത്തൻ അമ്മയ്ക്ക് സമ്മാനിച്ചതാവും നിന്നെ. അപ്പൊ പിന്നെ രക്തത്തിന്റെ സ്വഭാവം കാണിക്കണമല്ലോ. പക്ഷെ അത് ഇവിടെ ഈ കുടുംബത്തിൽ നടക്കില്ല. യശോദേ, എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിൽ നിന്ന് ഇവളെ അടിച്ചിറക്കിയില്ലെങ്കിൽ നീയും ദേവനും ഒക്കെ നാണം കെട്ടി ചാകേണ്ടി വരും. കുറഞ്ഞില്ല എന്ന് വേണ്ട. മുത്തശ്ശിയുടെ കണ്ണിൽ കണ്ടത് സത്യമല്ലേ? അല്ലെന്ന് പറയാൻ പറ്റും നിനക്ക്? ഇക്കാര്യത്തിൽ അമ്മ പറയുന്നതിന് ഞാൻ എതിർക്കില്ല.
യശോദേ, നീ എന്റെ കൂടെ വാ. വരാൻ വാ. ഞാൻ ചോദിക്കുന്നതിന് ഭഗവാന്റെ മുമ്പിൽ നിന്ന് സത്യം പറയണം. നിന്റെ മനസ്സിൽ അടങ്ങാതെ കിടക്കുന്ന വിഷമം എന്താ? പറയേ. ഭഗവാന്റെ മുമ്പിലും നിന്റെ മോൾക്ക് വേണ്ടി കള്ളം പറയാനാണോ നിന്റെ ഉദ്ദേശം? അമ്മേ, ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കൺമുന്നിൽ വെച്ച് ചിലത് കണ്ടു. വരുണിന്റെയും പ്രിയങ്കയുടെയും രാധികയുടെയും ഇടയിൽ നടന്ന കാര്യങ്ങൾ അറിയാവുന്നത് എനിക്കും അമ്മയ്ക്കും മാത്രമാ. എനിക്ക് പേടിയുണ്ടമ്മേ, ഹരിതാക്കത്ത് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ വീണു പോണത്. എന്താ നീ കണ്ടത്? അത് നമ്മളെ ഒന്നിച്ച് പ്രിയങ്ക കണ്ടാലും കാണട്ടെ എന്നങ്ങ് വിചാരിക്കണം. പ്രിയങ്കയല്ല, ഈ ലോകത്ത് ആര് കണ്ടാലും എനിക്കത് പ്രശ്നമല്ല. ഇതെന്റെ അവകാശമാണ്. താലി കിട്ടിയ പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിൻ്റെ അവകാശമാണ്. ഞാൻ കുറച്ച് ദൂരെയാണ്, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ കൂടെ. വരുണിന്റെ മനസ്സിൽ അത് ഉറച്ചു കിടക്കുക. പ്രിയങ്ക മോൾ ഒപ്പം താമസിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ എപ്പോഴും രാധികയാണ്. ഇതെങ്ങനെയമ്മേ ഞാൻ സഹിക്കുന്നത്? നമ്മളെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ദുരന്തമല്ലേ ഇത്? യശോദേ, തലയ്ക്ക് തീ പിടിച്ചാലും അതിനും ഒരു പരിഹാരം ഉണ്ടായേ പറ്റും. പ്രിയങ്കമ്മളുടെ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിച്ചേ പറ്റൂ. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. രാധിക ഇവിടുന്ന് പോകണം. അമ്മേ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മരണം നമ്മുടെ മുൻപിൽ നടക്കും. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാനാവാത്ത അവസ്ഥയിൽ ഞാനിനി ആ തീരുമാനമെടുക്കാൻ പോവാ. അവളിനി ആറ്റുവാശ്ശേരിയിൽ വേണ്ട. ദേവൻ വരുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. തടസ്സം പിടിക്കാൻ നീ വരരുത്. നീ ഇവിടെ തന്നെ ഭഗവാന്റെ മുമ്പിൽ തന്നെ ഇരുന്നോളാം. ഭഗവാനെ, എഴുന്നേക്കടി. നിന്റെ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാ എല്ലാം എടുത്തു. ഈ കുടുംബത്തിന് ഇനി നിന്റെ പേരിൽ കണ്ണീരൊഴുക്കാൻ പറ്റില്ല. എന്റെ മകനും അവന്റെ ഭാര്യയ്ക്കും മകൾക്കും സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കണം. അതിന് നിന്റെ ആവശ്യമില്ല. പെട്ടെന്ന് സാധനങ്ങൾ എടുത്ത് ഇറങ്ങാൻ നോക്ക്. ഞാൻ എങ്ങോട്ടും പോയില്ല. മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചോ, ഇല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്തു തള്ളും. എന്നിട്ട് നാട്ടുകാരെ വിളിച്ചുകൂട്ടി കണ്ണിൽ കണ്ട ആണുങ്ങളുമായിട്ട് നീ അഴിഞ്ഞാടി നടക്കുന്നതിന്റെ മുഴുവൻ കഥകളും ഞാൻ പറയും. മുത്തശ്ശി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി നിന്നെ ന്യായീകരിക്കാൻ ഇവിടെ ആരുമില്ല.
നീ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ കണ്ടിട്ട യശോദ ഈ അവസ്ഥയിലായത്. നിനക്കെന്റെ പ്രിയങ്കമോളുടെ ജീവിതം ഇല്ലാതാക്കണം അല്ലേ? മര്യാദയ്ക്ക് ഇറങ്ങി വാടി ഇങ്ങോട്ട്. മുത്തശ്ശി, മുത്തശ്ശി, ഇറങ്ങടി. മുത്തശ്ശി, എന്നെ ഇങ്ങോട്ട് വിടല്ലേ? വാടി. വാടി ഇങ്ങോട്ട്. ഞാൻ പറയുന്നത് കേക്ക്. മുത്തശ്ശി, ഇറങ്ങി മുത്തശ്ശി, please. അമ്മ, മുത്തശ്ശി, വിട്. ഇറങ്ങി പോവാൻ. അമ്മ, എന്നെ ഇവിടെ പറഞ്ഞു വിടല്ലെന്ന് പറ. ഇങ്ങോട്ട് വരാൻ. അമ്മ, അമ്മ, പറ. അമ്മ, അങ്ങോട്ട് അമ്മ, പോ. മുത്തശ്ശി. അമ്മ, അയ്യോ, ഓടി അങ്ങോട്ട്. ആ, മുത്തശ്ശി. ഇറങ്ങി പോവാൻ. മോളെ അച്ഛാ. അച്ഛാ. എന്താ അമ്മയെ കാണിക്കുന്നത്? എന്താ ഈ കാണിച്ചതെന്ന്? ഇവളിനി ഈ വീട്ടിൽ വേണ്ട. ഇവളിവിടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം മാനത്തോടു കൂടി ചാവില്ല. അമ്മ കണ്ടുപിടിച്ച പുതിയ കുറ്റം എന്താ? ഇന്നും ഇവളെ തിരക്കി ആളുകൾ വന്നിരുന്നു ഇവിടെ. ഇരുട്ടത്ത് നിൽക്കാനും സംസാരിക്കാനും ഒക്കെ. എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയുന്നത്? ഇക്കാര്യം ഇതിനു മുമ്പ് അമ്മ പറഞ്ഞിട്ടില്ലേ? ഏതോ ഒരു പുരുഷന്റെ കൂടെ ഇവള് കയറി വന്നു. അന്ന് പിന്നെ എന്താ സംഭവിച്ചത്? യശോദയല്ലേ അവളെ കൂട്ടിക്കൊണ്ടുവന്ന്? സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നതുകൊണ്ട് മാത്രമാണ് അമ്മയുടെ ഈ കുഴപ്പം. ദേവാ, നീ കാര്യങ്ങൾ അറിയാതെയാ സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ നെഞ്ചിൽ കിടന്ന് നീറുന്ന കാര്യങ്ങള് നീ അറിഞ്ഞാൽ. എന്ത് കാര്യങ്ങളാ? ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ ഈ കുടുംബത്തിലുള്ളത്? പറയൂ അമ്മ. അമ്മേ, ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം കള്ളം സത്യമാവില്ല. അമ്മയ്ക്ക് എന്റെ മോളെ ഇഷ്ടമല്ല. പലതവണ പടി കടത്തി വിടാൻ അമ്മ ശ്രമിക്കുകയും ചെയ്തതാണ്. പക്ഷെ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനത് അനുവദിക്കില്ല. മോളകത്ത് പോ. അച്ഛാ. അകത്ത് പോകാനല്ലേ പറഞ്ഞത്? യശോദേ, ഇതിനിങ്ങനെ തുടരാൻ പറ്റില്ല. ഇനി അതിന് ഒരു മാർഗം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. എത്രയും പെട്ടെന്ന് രാധിക മോളുടെ വിവാഹം നടത്തണം. അതോടെ അവളെ കണ്ടുകൂടാന്നുള്ള അമ്മയുടെ പരാതി തീരുമല്ലോ. മതി. ഏതെങ്കിലും കണ്ണുപൊട്ടനെയോ കാലിൽ മുടന്തുള്ളവനെയോ കണ്ടുപിടിച്ച് അവളെ കെട്ടിച്ചു കൊടുക്ക്. ഇവിടുന്ന് ഇറങ്ങി പോകട്ടെ, നാശം. എന്റെ മോക്ക് യോഗ്യതയുള്ള ഒരാളെ തേടി കണ്ടെത്താൻ എനിക്ക് അറിയാമേ. അക്കാര്യത്തില് ദേവനാരായണൻ പരിഗണന ഒട്ടും കുറക്കില്ല. പക്ഷേ യശോദേ, എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് തന്നെയാണ് പരിഹാരം. അവളുടെ കല്യാണം നടക്കട്ടെ. കല്യാണം നടത്താൻ എന്താ വേണ്ടതെന്ന് വെച്ചാ സന്തോഷത്തോടെ ഞാൻ അതിന്റെ കൂടെ നിൽക്കും. എന്നാലും ദേവേട്ട, പെട്ടെന്ന് ഒരു കല്യാണം കഴിഞ്ഞ എന്റെ കടങ്ങളുണ്ട്. അത് വീട്ടിൽ തീർക്കാനാവുമെന്ന് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. എനിക്ക് എന്റെ 2 മക്കളും ഒരുപോലെയാണ്. രാധിക മോളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു. നല്ലൊരു ബന്ധം വന്നാൽ എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തിയിരിക്കും. യശോദേ, ഈ തീരുമാനം എത്രയും പെട്ടെന്ന് നടത്തിക്കണം. നീ പ്രസവിച്ച മോളുടെ സുരക്ഷിതത്വത്തിന് ഇത് അത്യാവശ്യമാണ്. ചെറുക്കനെ കണ്ടുപിടിക്കേണ്ട കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു.
രാധികേ, ദേ, നീ വേഗം ഒന്ന് കുളിച്ച് റെഡിയാവും. പറഞ്ഞത് കേട്ടില്ലേ? ആ, എന്തിനാ മുത്തശ്ശി? ഓ, നിന്നെ ജീവനോടെ അടക്കാൻ എന്താണ് ഈ പറഞ്ഞ അനുസരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? പോയി കുളിച്ചൊരുങ്ങി നിൽക്കാനാ പറഞ്ഞത്. ചെല്ല്. ഒന്ന് വേഗം ചെല്ലടി. എന്താ അമ്മേ? അവളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഇത്ര പെട്ടെന്നോ? വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ രാത്രി തന്നെ എല്ലാം ഞാൻ ഏർപ്പാടാക്കി. ഉഹ്, എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോട്ടെ. പോയി കിട്ടുമല്ലോ നാശം. ഇതാരാമേ ഈ വരുന്ന ആൾക്കാര്? അവരെ എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. എടാ, അവര് കുറച്ച് ദൂരെയുള്ളവരാ. നല്ല കുടുംബമാ, നല്ല സാമ്പത്തിക സ്ഥിതിയാ. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അമ്മ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചത്? അത്യാവശ്യമാണെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മേനോത്തെ സുഭദ്രയില്ലേ, സുഭദ്രയോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ സുഭദ്രയാ പറഞ്ഞത്. ആ, അവളെന്തായാലും നമുക്ക് ചേരാത്തൊരു ബന്ധം പറയില്ലല്ലോ. ആ, ആരാന്ന് വെച്ചാ വരട്ടെ. ഒക്കൊന്ന് വെച്ചാ നടത്താം. ഇനി ഒക്കുമോ ഇല്ലയോന്നൊന്നുമില്ല, നടത്തുക, അത്ര തന്നെ. അത് ശരിയാവില്ലേ? വിവാഹമൊക്കെ നമ്മുടെ നിർബന്ധമാണ്. പക്ഷേ എന്റെ മകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ അവളുടെ തലയിൽ ഞാൻ കെട്ടിവെക്കില്ല. അതിനെക്കുറിച്ച് അമ്മ ചിന്തിക്കുകയും വേണ്ട. എടാ, പെമ്പിള്ളേരെ മടിയിലിരുത്തി കൊഞ്ചിക്കുമ്പോഴേ 7 കടലും കടന്ന് 7 കുതിര പൂട്ടിയ രഥത്തിലിരുന്ന് ഒരു രാജകുമാരൻ വരുമെന്നൊക്കെ നമ്മൾ പറയും. അത് കഥയാ. കാര്യം നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നതാ. അല്ല, ഞങ്ങൾ കുറച്ചു മുമ്പേ പ്രതീക്ഷിച്ചു. വണ്ടി വഴിയിലൊന്ന് പണി മുടക്കി, ഒരു 5 മിനിറ്റ്. അപ്പോഴേക്കും ഡ്രൈവർ തന്നെ അത് ശരിയാക്കി. ആ, ഇതാണ് ദേവനാരായണ തിരുമേനി. കേട്ടിട്ടുണ്ട്. ഈ പ്രദേശത്തേക്കൊന്നും അതിന് വരാൻ കഴിഞ്ഞിട്ടില്ല. വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ആ, ശരി. അങ്ങോട്ടിരിക്കാം. ആ, തിരുമേനിയുടെ കുടുംബത്തിന്റെ കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മേനോത്തെ സുഭദ്രാമ ഒരു കഥ വിശദീകരിച്ച് തരുന്ന പോലെ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. സുഭദ്രയ്ക്ക് ഞങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. മോൻ എന്താ ചെയ്യുന്നത്? ഞാൻ കാനഡയില. ആക്ച്വലി ഞാനൊരു 8 വർഷമായിട്ട് അവിടെ തന്നെയാണ്. അവിടെ സ്വന്തമായി ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഈ ഒതുക്കത്തിൽ പറയുന്ന ഒന്നും നോക്കണ്ട കേട്ടോ. അവിടുത്തെ ഒരു വമ്പൻ കമ്പനിയാണ്. ഒരു 500 പേർക്കെങ്കിലും ജോലി കൊടുക്കുന്നുണ്ട് അല്ലേ? ആ, സ്റ്റാഫിന്റെ എണ്ണം അത്രയുണ്ട്.